എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ പെൺപുലികൾ ചേർന്ന് ആ ഒരു ത്രീ ടൈലിനെ അതിനെ സീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹൊക്കാഗയുടെ ഒച്ച് അതിന്റെ മാക്സിമം പവർ അവർക്ക് കൊടുക്കും. ഇവിടെ ത്രീ ടൈലിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇത്രയും പവർ അവർക്ക് എവിടുന്ന് കിട്ടി. അതിനത് സീൽ ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാവുമ്പോ അത് അവിടെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് കാക്കാഷി ടീമും അവരാ വില്ലന്മാരെ അടിച്ചു തോൽപ്പിച്ച് ഇപ്പൊ സ്ലോ മോഷനില് മുൻപോട്ട് നടക്കായിരിക്കും. അപ്പോഴായിരിക്കും കിബ എന്തോ ഒരു ശബ്ദം കേട്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുക. അവൻ ഷോക്കാവും. കാരണം ആ മൂന്ന് വില്ലന്മാരും അവര് കമ്പൈൻ ചെയ്ത് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ടില്ലേ, നമുക്ക് പോയി അവരെ അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോ കബൂട്ട പറയും, വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ടത് അത് ഫിസിക്കൽ അറ്റാക്ക് അല്ല, മെന്റൽ അറ്റാക്കാണ്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇവരെ തകർക്കണം. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ വില്ലന്മാര് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല അവരുടെ മൂന്ന് പേരുടെ ഫേസ് അതിപ്പോ കമ്പൈൻ ആയിരിക്കാണ്. അപ്പൊ പതിയെ പതിയെ കമ്പൈൻഡ് ആയ അവരുടെ ബോഡിയില് ആ ഒരു കേഴ്സ് മാർക്ക് അത് സ്പ്രെഡ് ആവാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ ഗൂറൻ ചോദിക്കും, റിഞ്ചി അവൻ എന്തു പറ്റി? അതിന് കബൂട്ടോ ചിരിക്കും. എന്നിട്ട് ഫ്ലാഷ് ബാക്കില് റിഞ്ചി കബൂട്ടോയോട് പറയും, ഈ മിഷൻ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, പിന്നീട് ഞാനായിരിക്കും ഒറോച്ചിമാറുവിന്റെ വലങ്കൈ. അത് കേട്ട ഉടൻ തന്നെ കബൂട്ടോ അതേ സമയത്ത് അവിടെ വെച്ച് തന്നെ അവനെ കൊന്നു തള്ളിയിരുന്നു. കട്ട് ചെയ്ത കുട്ടപ്പൻ, അപ്പൊ എല്ലാത്തിന്റെയും പിന്നില് നീയായിരുന്നല്ലേ? കബൂട്ടോ പറയും, ഒറോച്ചിമാറുവിന്റെ വലങ്കൈ അതെന്ന് ഞാൻ തന്നെയായിരിക്കും. ഒറോച്ചിമാറു അവൻ പറഞ്ഞതുപോലെയാണ് എല്ലാം സംഭവിച്ചത്. ഗോറിനും ഇക്കിമാരും അവർ രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സ് ആകുമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. ഗോറിനെ ഉപയോഗിച്ച് അവളുടെ ഇമോഷൻസിനെ പുറത്തെടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നും അവൻ പറഞ്ഞിരുന്നു. അവസാനമായിട്ട് ഗോറിനാണ് ഇക്കിമാരുവിന്റെ അമ്മയെ കൊന്നതെന്ന് അറിയുമ്പോ അവൾക്ക് ദേഷ്യം വന്ന് ആ ഒരു ഫുൾ പവറില് അതിനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ അവിടെ മാത്രം ഞങ്ങൾക്ക് തെറ്റിപ്പോയി. കബൂട്ടോ വീണ്ടും ഇപ്പൊ ഇക്കിമാരുവിന് നേരെ തിരിയുമ്പോ നമ്മുടെ കുട്ടപ്പൻ അവൻ ചാടി വീണ് അവനെ തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ കത്തിയെടുത്ത് വീശാൻ തുടങ്ങും. പിന്നീട് രണ്ട് ടീമും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്തോണ്ട് പൊരിഞ്ഞ ഫൈറ്റ്. കബൂട്ടോ പറയും, മിണ്ടാതെ കത്തി താഴെ വെക്ക്, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒറോച്ചിമാറുമായിരിക്കും ഇനി ഫ്യൂച്ചറില് ഈ ലോകം തന്നെ ഭരിക്കുക. അതിന് കുട്ടപ്പൻ, നിന്നെ ഒരിക്കലും ഞാൻ അവന്റെ അടുത്തേക്ക് ഇനി തിരികെ വിടില്ല. എനിക്ക് നിന്നെ സ്പോട്ട് ചെയ്ത് കിട്ടി, തീർച്ചയായിട്ടും നിന്റെ കഥ ഞാൻ കഴിക്കും. കുട്ടപ്പൻ ഗോറിനോട് വിളിച്ചു പറയും, ഇക്കിമാരുവിനെ കൊണ്ട് ഓടിക്കോ, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ഉടനെ അവള് പേടിച്ച് ഇപ്പൊ ഇക്കിമാരുവിനെ കൊണ്ട് അവിടുന്ന് ഓടാൻ തുടങ്ങും. അത് കണ്ട് കബൂട്ടോ അവനൊരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് മരിച്ചുപോയ റിഞ്ചിയെ ഇപ്പൊ തിരികെ കൊണ്ടുവന്ന് ഗോറിനെ തടഞ്ഞു വെക്കും. ഇക്കിമാരു പേടിച്ചു വരയ്ക്കുമ്പോ ഗോറൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അവളൊരു ക്രിസ്റ്റൽ കേജ് ക്രിയേറ്റ് ചെയ്ത് ഇക്കിമാരുവെ അതിൽ ഒളിച്ചു വെക്കും. ഞാൻ ഉടനെ മടങ്ങി വരാന്ന് പറയുമ്പോ ഇക്കിമാരു അവൾ ഒരു നിമിഷം അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കും. എന്റെ അമ്മയും അവസാനമായിട്ട് കാണുമ്പോ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അമ്മ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഗോറിൻ അവളുടെ ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് ഇപ്പൊ അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അവൻ അവളെ വെട്ടിത്തിരിപ്പിച്ച് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവന്റെ വവ്വാലിന്റെ ആ ഒരു അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് ആ ക്രിസ്റ്റൽസ് അത് തകർത്ത് കളയും. അവൻ വവ്വാലിനെ ഇറക്കി ഇപ്പൊ ഇക്കിമാരെ കവർ ചെയ്ത് വെച്ച ആ ഒരു ക്രിസ്റ്റൽസും ഇപ്പൊ തകർത്ത് കളയും. അപ്പൊ ഗോറൻ അവൾക്ക് അൾട്രാസോണിക് സൗണ്ട് അത് താങ്ങാൻ കഴിയാതെ ഇപ്പൊ തളർന്ന് താഴെ വീഴും. അവള് രക്തം ഛർദിച്ച് അങ്ങനെ കിടക്കും. അവൻ അവന്റെ വവ്വാലുകളെ ഉപയോഗിച്ച് ഇപ്പൊ ഇക്കിമാരുവെ അവളെ അടിച്ചു വീഴ്ത്താണ്. അതിന് ഗൂറൻ, അവളുടെ അമ്മയെയോ ഞാൻ കൊന്നുകളഞ്ഞു, ഇവനെങ്കിലും കൊന്നു തള്ളി എനിക്ക് അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഗോറൻ ചാടി എഴുന്നേറ്റ് അവളുടെ ക്രിസ്റ്റൽ സ്റ്റൈൽ ഉപയോഗിച്ച് അവൾ അവനെ ഹഗ് ചെയ്ത് ഇപ്പൊ അവരെ രണ്ടുപേരെയും അവൾ ക്രിസ്റ്റലാക്കി മാറ്റും. ഗോറൻ അവൾ അങ്ങനെ തന്നെ അവനെ തൂക്കിയെടുത്ത് ഇപ്പൊ മലയുടെ മുകളിലേക്ക് കയറും. അതിന് ഇക്കിമാര് കടന്ന് നിലവിളിക്കുന്നുണ്ടാവും. പക്ഷെ ഗോറൻ അവൾ അതൊന്നും വകവെക്കില്ല. പക്ഷെ അപ്പത്തേക്കും അവൾ ആ മലമുകളിൽ നിന്ന് ഇപ്പൊ വെള്ളത്തിലേക്ക് ചാടും. അപ്പൊ ഇക്കിമാരു അവളുടെ കയ്യിലുള്ള ക്രിസ്റ്റല് അത് പുറത്തെടുക്കും. അത് തകർന്നത് കാണുമ്പോ അവൾക്ക് സഹിക്കാൻ കഴിയില്ല. നോ, അവൾ അലറിക്കാറും ആ പവറില് വീണ്ടും ആ ഒരു പോർട്ടൽ ഓപ്പൺ ആവും. അപ്പൊ നമ്മുടെ ചെക്കൻ പുറകെ വന്നിട്ട് ഈ പോർട്ടൽ കണ്ട് അവൻ നിലവിളിക്കും, ഇക്കിമാരു അങ്ങനെ ചെയ്യരുത്, അത് വലിയ ആപത്താണെന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ പെമ്പിള്ളേരാവട്ടെ ആ ഒരു ത്രീ ടൈലിനെ അതിനെ ഓൾമോസ്റ്റ് ലോക്ക് ചെയ്യുന്ന അതേ സമയത്ത് ഇക്കിമാരുവിന്റെ പവർ കിട്ടി അതൊരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് ഓടും. ആ സീലിംഗ് ജിപ്സു അത് പൊട്ടി തകർന്ന് നമ്മുടെ പെമ്പിള്ളേര് അവർ ചറപറ തെറിച്ചു വീഴും. ഇവിടെ ഇക്കിമാരുവിന്റെ പവറില് ഒരു ലൈറ്റ്നിങ് ബ്ലേഡ് തന്നെ അവിടെ ക്രിയേറ്റ് ആയി വരും. അപ്പൊ കാക്കാഷി ഉടനെ ഇപ്പൊ യാമുട്ടോ സെൻസായോട് പറയും, നിന്റെ വുഡ് സ്റ്റൈല് അതുപയോഗിച്ച് അതിനെ അടിച്ചു തെറിപ്പിച്ച് ലോക്ക് ചെയ്യ്. അത് കേൾക്കേണ്ട താമസം യാമുട്ടോ സെൻസായി അവന്റെ വുഡ് ജിപ്സു ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. പക്ഷെ ത്രീ ടൈല്
അതവന്റെ വുഡ് ജിപ്സ് പോലും തട്ടിത്തെറിപ്പിച്ച് ആ ഒരു പോർട്ടലിന് നേരെ ഇപ്പൊ പാഞ്ഞടുക്കാണ്. ഇവിടെ ഇക്കിമാരും ആവട്ടെ അവള് നിർത്താതെ അലറിക്കൊണ്ടേയിരിക്കും. അപ്പൊ കാക്കാഷി പറയും, ഇപ്പൊ അതിന്റെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പരുക്ക് പറ്റിയ നമ്മുടെ പെമ്പിള്ളാരെ അവരെ രക്ഷിക്കണം. ഇവിടെ ത്രീ ടൈല് അത് പവറിൽ ഓടി വന്ന് ഇപ്പൊ ഗ്രൗണ്ടിൽ അങ്ങനെ കിടക്കാണ്. കാബൂട്ടോ അതുകൊണ്ട് ചിരിക്കും, ഇവൾക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നോ? ഗോറം മരിച്ചതുകൊണ്ടാണ് ഞാൻ കരുതിയതുപോലെ അവൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടപ്പനുടനെ ഇപ്പൊ കാര്യം വഷളാവുന്ന മനസ്സിലാക്കി അവൻ ഇക്കിമാരുന്റെ തൊട്ടടുത്തെത്തി അവളുടെ പവർ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഓൾറെഡി അവളുടെ പവർ അത് മുഴുവൻ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ കുട്ടപ്പന് അവളുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് കഴിയില്ല. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ അവൻ ഹീറോയാണ്. സകല വേദനകൾ സഹിച്ച് അവൻ ആ പവർ തകർത്ത് ഇപ്പൊ ഇക്കിമാരുന്റെ അടുത്തേക്ക് ചെല്ലും. ഇത് ഞാനാണ് നിന്റെ കുട്ടപ്പൻ, ദയവ് ചെയ്ത് നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യ്. അപ്പൊ ലൈറ്റ്നിങ് പവറിന്റെ ശക്തിയില് ഇപ്പൊ കുട്ടപ്പൻ അവൻ പുറത്തേക്ക് തെറിച്ചു വീഴും. ഇവിടെ ഇക്കിമാരു അവൾ ആ ത്രീ ടൈലിനെ അവളുടെ ഫുൾ കൺട്രോളിൽ കൊണ്ടുവരും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും അവളിപ്പോ അടിച്ചു തെറിപ്പിക്കും. അത് കണ്ട് കബൂട്ടോ അവൻ ഒരുപാട് ഹാപ്പി ആയിട്ട് യെസ് അങ്ങനെ തന്നെ ആ ലീഫ് വില്ലേജിലുള്ളവരെ അവരെ ആദ്യം അടിച്ചു കൊല്ലി ഇക്കിമാരു എന്ന് പറഞ്ഞ് അവനിപ്പോ അലറി പറയും. കബൂട്ടോ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അപ്പൊ കുട്ടപ്പൻ അവൻ പതിയെ എഴുന്നേറ്റ് അവന്റെ കൈ പിടിച്ച് ഇപ്പൊ ഷാഡോ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് അവന്റെ ക്ലൗൺസുകളെ എല്ലാം ചേർത്ത് ഇപ്പൊ അവളുടെ അടുത്തേക്ക് ഓടി അടുക്കും. പക്ഷെ അപ്പത്തേക്കും ആ ത്രീ ടൈല് അതിന്റെ വാല് വെച്ച് കുട്ടപ്പന്റെ അവന്റെ ക്ലൗൺസുകളെയും ഇപ്പൊ തട്ടിത്തെറിപ്പിക്കും. അവന് മനസ്സിലാവും ഇതിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അത്ര എളുപ്പത്തിൽ കഴിയില്ല. അവൻ ഉടനെ ഇപ്പൊ അവന്റെ സമരൻ ജിപ്സ് ഉപയോഗിച്ച് ഗാമത്തവളകളെ അവിടേക്ക് കൊണ്ടുവരും. കുട്ടപ്പൻ അവരോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് വാട്ടർ ബീസ്റ്റ് ജിപ്സ് ഉപയോഗിച്ച് ഈ ഒരു ത്രീ ടൈലിനെ അതിനെ തകർത്ത് കളയണം. തവളക്കുട്ടന്മാര് അതിനെ കണ്ട് പേടിച്ചു വരച്ച്, വാവ്, നിനക്ക് വാട്ടർ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ത്രീ ടൈലിനെ അതിനെ അടിച്ചു തോൽപ്പിക്കണം അല്ലേ? നിനക്ക് വട്ടുണ്ടോ? അത് അത്രയും വലിയ ത്രീ ടൈലാണ്, നമ്മളെ കൊണ്ട് ഒരിക്കലും വാട്ടർ ഗൺ ജിപ്സ് ഉപയോഗിച്ച് അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ കുട്ടപ്പൻ വേറെ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൻ യാമുട്ടോ സെൻസായി പറഞ്ഞ കാര്യം ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. യാമുട്ടോ പറയും, നീയും സാസുകയുമാണ് പെർഫെക്റ്റ് മാച്ച്. അവന്റെ ഫയർ ജിപ്സും നിന്റെ വിൻഡ് ജിപ്സും ഉപയോഗിക്കുകയാണെങ്കിൽ മാസീവ് പവറിൽ നിങ്ങളെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ പറയും, എനിക്ക് ഫയർ സ്റ്റൈൽ ജിപ്സ് കിട്ടുകയാണെങ്കിൽ ഈ ത്രീ ടൈലിനെ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു തെറിപ്പിച്ചേനെ. അത് കേട്ട് ഗാമത്തവള പറയും, നിനക്ക് ഫയർ സ്റ്റൈലാണോ വേണ്ടത്? അത് ഞാൻ തരാന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ വണ്ടടിച്ചു നിൽക്കും. കുട്ടപ്പൻ പറയും, ഫയർ ജിപ്സ് കിട്ടുകയാണെങ്കിൽ എന്റെ വിൻഡ് സ്റ്റൈൽ ഉപയോഗിച്ച് ഈ രണ്ട് നേച്ചർ കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ത്രീ ടൈലിനെ അതിനെ ഈസി ആയിട്ട് തോപ്പിക്കാം. അതിന് ഗാമത്തവള ഇപ്പൊ മഞ്ഞത്തവളയോട് പറയും, നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയി അവിടെയുള്ള ഓയിൽസ് അത് കംപ്ലീറ്റ് സക്ക് ചെയ്ത് നിന്റെ വയറ്റിൽ സ്റ്റോർ ചെയ്ത് ഉടനെ മടങ്ങി വരണം. ഒരേ ഒരു മിനിറ്റ് മാത്രമേ നിനക്ക് ഞാൻ സമയം തരൂ. അത് കേൾക്കേണ്ട താമസം നമ്മുടെ മഞ്ഞത്തവള ഉടനെ ഡിസപ്പിയർ ആവും. ഗാമത്തവള പറയും, ഇത്തവണ വെള്ളത്തിന് പകരം നമ്മൾ ഓയിൽ ഉപയോഗിക്കും. എന്റെ ഫയറും നിന്റെ വിൻഡും കൂടെ ആവുമ്പോ ഉറപ്പായിട്ടും ആ ത്രീ ടൈലിന് നമ്മുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. കുട്ടപ്പൻ പതിയെ നടന്ന് ഇപ്പൊ ഇക്കിമാരിന്റെ അടുത്തേക്ക് വരും. അവൻ വീണ്ടും അവളെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവള് അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോഴും അലറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഒരു മിനിറ്റ് ആവുമ്പോ മഞ്ഞത്തവള അത് തിരികെ എത്തും. അങ്ങനെ അവര് 3 പേരും ചേർന്ന് ഇപ്പൊ കമ്പൈൻ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നറൂട്ടോ പറയും, അതിന്റെ കണ്ണാണ് അതിന്റെ വീക്ക് സ്പോട്ട്. നമ്മൾ 3 പേരും അതിന്റെ കണ്ണിനെ ഫോക്കസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അടിക്കണം എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ ചക്ര പവർ എടുത്ത് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. മഞ്ഞത്തവള അത് ഓയിൽ തുപ്പും. അതേ സമയത്ത് ഗാമത്തവള അവൻ തീ തുപ്പും. കുട്ടപ്പനാവട്ടെ അവന്റെ വിൻഡ് സ്റ്റൈൽ ജിപ്സു അതിന്റെ പവറില് ഒരുപാട് കാറ്റിന്റെ ഫോഴ്സ് കൊണ്ട് അതൊരു വലിയ തീഗോളാക്കി മാറ്റി ഇപ്പൊ ത്രീ ടൈലിനെ അതിനെ മുഴുവനായിട്ടും കത്തിക്കും. അത് പൊള്ളലേറ്റ് അലറിക്കാറി ഇപ്പൊ വെള്ളത്തിലേക്ക് തന്നെ എടുത്തു ചാടും. നമ്മുടെ തവളകളാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഹാപ്പി. യെസ്, നമ്മൾ പിടിച്ചവനെന്നൊക്കെ പറഞ്ഞ് അവര് തുള്ളിച്ചാടിക്കൊണ്ടേ നിൽക്കുമ്പോ ത്രീ ടൈൽ ആവട്ടെ അത് ഒരുപാട് ദൂരത്തേക്ക് പോവും. ഇവിടെ ഇക്കിമാരു അവള് തളർന്ന് താഴെ വീഴുമ്പോ കുട്ടപ്പൻ അവളെ താങ്ങിയെടുത്ത് ഇപ്പൊ മടിയിൽ കിടത്തും. അവളുടെ കയ്യില് ഘോരം കൊടുത്ത ആ ഒരു ക്രിസ്റ്റല് അതിപ്പോഴും ചെറുതായിട്ട് തിളങ്ങുന്നുണ്ട്. അവിടെ വെച്ച് ഈ ഒരു അടിപൊളി എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.